വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് പക്കോട. ഇത് ചെയ്യാനായി എടുത്തിരിക്കുന്നത് 240 ml കപ്പിൽ 1 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അപ്പത്തിൻ്റെ അരിപ്പൊടി, പാക്കറ്റിൽ കിട്ടുന്ന ഇടിയപ്പത്തിൻ്റെ പൊടി, പത്തിരിപ്പൊടി അതിൽ നിന്ന് എടുത്താൽ മതി, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ബൗളിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഞെവിടി യോജിപ്പിക്കണം. ഇതിൽ കടലമാവും അരിപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ കടലമാവ് ഇട്ട് അതുപോലെ ബാക്കിയുള്ളതും മുളക് പൊടി ഇതൊക്കെ ചേർക്കേണ്ടി വരും. ഒരു നുള്ളു സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, മാവ് റെഡിയായി. ഇതാണ് അതിൻ്റെ പാകം. സ്പൂണുകൊണ്ട് കോരി ഒഴിക്കാൻ പറ്റണം. സ്പൂണുകൊണ്ട് കുറേശ്ശെ കോരി ഒഴിക്കാം. ഇതിനങ്ങനെ പ്രത്യേക ഷേപ്പൊന്നുമില്ല. ഫ്ലെയിം മീഡിയത്തിലാക്കാം. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യാനുള്ള കറിവേപ്പില ഇടാം. പക്കോട റെഡിയായി.